ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗനരാഗത്തിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഷാരിയെ കാണിക്കുകയാണ്. അപ്പം ഷാരി ആണെങ്കിൽ ടേബിളും മേശയൊക്കെ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് CS ഓടി വരിക. ഓടി വന്നിട്ട് രൂപേ എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചത്തിലൊരു വിളി. രൂപ പേടിച്ചു പോയി. രൂപ ചോദിക്കണം, എന്താ ചന്ദ്രേട്ടാ, എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് രൂപേ, ഒരു പ്രശ്നമുണ്ട് രൂപേ, ഒരു പ്രശ്നമുണ്ട് എന്ന് പറയാ. പ്രശ്നമുണ്ടെന്നാ? എന്ത് പ്രശ്നമുണ്ടെന്ന്? പക്ഷെ ഷാരി ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ CS പറയാണ്, അത് വേറൊന്നുമല്ല, കിരണിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറയും. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രൂപ ഞെട്ടിപ്പോയി. കിരണിനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന്? അതെ, കിരണിനെ മാത്രമല്ല, ആ വേലുവിനെയും രതീഷിനെയും ഇവരെ 3 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കിയിരിക്കുന്നത് എന്ന് പറയണം. എന്തിനാ ചന്ദ്രേട്ട, എന്തിനു വേണ്ടി എൻ്റെ മോനെ പോലീസ് അറസ്റ്റ് ചെയ്തു, പറ ചന്ദ്രേട്ട എന്ന് പറഞ്ഞുകൊണ്ട് രൂപ അങ്ങോട്ട് തുടങ്ങി. അപ്പോഴേക്കും ഈ ഷാരി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, ചിലപ്പോൾ രാഹുലേട്ടനെ കൊന്നതിൻ്റെ പേരിലായിരിക്കോ കിരണിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്, എന്തായിരിക്കും സംഭവം? അപ്പോഴേക്കും CS ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങുകയാണ്. അത് പിന്നെ രൂപേ എന്ന് പറഞ്ഞു തീരേണ്ട താമസം ഷാരി ഓടി വന്നിട്ട്, അയ്യോ രൂപേ, എന്ത് പറ്റി രൂപേ, എന്തിനാ കിരണിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്, എന്താ ചന്ദ്രേട്ടാ എന്നിങ്ങനെ ഷാരിയും ചോദിക്കുകയാണ്. എന്തിനാണ് അറസ്റ്റ് ചെയ്തത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ വേറൊന്നുമല്ല, അത് ആ ഗംഗാപ്രസാദില്ലേ, ഗംഗാപ്രസാദിൻ്റെ മരണത്തിന് പിന്നിൽ ഇവർ 3 പേരും ഒത്തുകൂടിയാണ് ചെയ്തോന്ന് പോലീസുകാർക്കൊരു സംശയം. അതായത് കിരണും വേലുവും രതീഷും കൂടി ഒരുമിച്ച് ചേർന്നാണ് അവനെ കൊന്നതെന്നൊക്കെയാണ് പോലീസുകാർ വരുത്തി തീർത്ത് വെച്ചിരിക്കുന്നത്. ഇത് കേട്ട രൂപാകെ തകർന്നൊരവസ്ഥ നിൽക്കുകയാണ്. എൻ്റെ ദൈവമേ, ഇതെന്തൊക്കെയാണ് കേൾക്കുന്നത്? അവനെ കൊന്നതിൻ്റെ പേരിലോ, അവനെ കൊന്നതിൻ്റെ പേരിൽ എന്തിനാണ് അവരെ അറസ്റ്റ് ചെയ്യുന്നത്? അല്ലെങ്കിലും അവൻ കൊന്നിട്ടുണ്ടെങ്കിൽ അവൻ മരിക്കേണ്ടവനല്ലേ? അല്ലെങ്കിലും എൻ്റെ മോൻ അവനെ കൊല്ലേണ്ട ആവശ്യമുണ്ടോ? അതിന് ആ കല്യാണ പന്തലിൽ എവിടെയും കണ്ടില്ലല്ലോ, കിരൺ നമ്മൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ലല്ലോ. പിന്നെ എന്താണ് ചന്ദ്രേട്ട, എനിക്ക് മനസ്സിലാവുന്നില്ല രൂപേ, അത് പിന്നെ എനിക്കും വ്യക്തമായിട്ട് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്ന രീതിയിൽ തന്നെ സംസാരിക്കുകയാണ്. അപ്പോഴേക്കും ഷാരി പറയാണ്, അല്ലെങ്കിലും ആ ഗംഗാപ്രസാദിനെ പോലുള്ളവ മരിക്കേണ്ടതല്ലേ? ഇനി അഥവാ കിരൺ മോൻ കൊന്നിട്ടുണ്ടെങ്കിലും ആ കൊച്ചിനെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ, എന്തിനാണ് അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിയമത്തിൻ്റെ രീതിയിൽ നടക്കും. നിയമം കയ്യിലെടുക്കാനായിട്ട് നമുക്ക് ഒരു അവകാശവും ഇല്ല. അപ്പോൾ അവൻ എത്ര കുറ്റവാളിയാണെങ്കിലും ഒരാളെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശിക്ഷ ഉറപ്പാണ് എന്നൊക്കെ CS പറയാണ്. CS-ൻ്റെ ഓരോ വാക്കുകളും കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് രൂപയ്ക്ക് പേടി വെച്ചിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ ഷാരി പറയാണ്, അങ്ങനെയാണെങ്കിൽ രാഹുലില്ലേ, അയാളുടെ കൊലപാതകത്തിന് പിന്നിലും ആരായിരിക്കും? അവരെ പോലീസ് അറസ്റ്റ് ചെയ്യോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് രൂപക്ക് കലി വരിക. അപ്പം രൂപ എടുത്ത് വായിക്കും, എന്താടി, അയാൾ മരിച്ചതിന് കേസ് കൊടുക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ? എങ്കിൽ പോയി കൊടുക്കടി, പോലീസുകാർ കണ്ടെത്തട്ടേന്നേ, പോലീസുകാർ എന്നിട്ട് അവരെ അറസ്റ്റ് ചെയ്യട്ടെ, നീ പോയി കേസ് കൊടുക്ക്. അയ്യോ രൂപ, എന്നോട് തന്നെ രൂപ ദേഷ്യപ്പെടുന്നത്? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ല, അയാൾ മരിച്ചതിൽ ഇപ്പം എനിക്കെന്താ കുഴപ്പം? കേസ് കൊടുത്താലില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ അയാളെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. അപ്പം 2 മരണമാണല്ലോ നടന്നിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നീ അങ്ങനെ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവൾ പറയാൻ വേണ്ടി വന്നിരിക്കുന്നു. അങ്ങനെ ഷാരിയെ പറഞ്ഞു വിടുകയാണ്. നീ വല്ല ജോലി ഉണ്ടാ നോക്ക്, ചുമ്മാ അതും ഇതും പറഞ്ഞിട്ട് ഇവിടെ സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല, നീ ചെല്ലാൻ നോക്കിയേ എന്ന് പറഞ്ഞുകൊണ്ട് ഷാരിയെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ CS ആണെങ്കിൽ ആകെ വല്ലാത്തൊരു അവസ്ഥ നിൽക്കുക. അപ്പോൾ ചന്ദ്രേട്ടാ പറ, ചന്ദ്രേട്ടൻ എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്, അതെന്താന്ന് വെച്ചാൽ എന്നോട് തുറന്ന് പറഞ്ഞു ചന്ദ്രേട്ടാ. കിരൺ മോന് ശരിക്കും എന്താ സംഭവിച്ചത്? എന്തിനാണ് ഗംഗാപ്രസാദിനെ കൊന്നതിൻ്റെ പേരിൽ എന്തിനാണ് കിരണിനെ അറസ്റ്റ് ചെയ്തത്? അവർക്ക് എന്ത് തെളിവാണ് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ രൂപേ, ഒരു കാര്യമുണ്ട് രൂപേ, കിരണനോട് നേരത്തെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതാ, സത്യങ്ങളെല്ലാം എൻ്റെ മുന്നിൽ അവതരിപ്പിച്ചതാണ്. എന്ത് സത്യങ്ങൾ? അത് പിന്നെ ഗംഗാപ്രസാദില്ലേ, അന്ന് ആ കാർത്തികയുടെ കല്യാണം നടന്നില്ലേ, കല്യാണം നടന്ന അന്ന് ഗംഗാപ്രസാദ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. കാർത്തികയും കൊല്ലാനായിട്ട് തുടങ്ങിയ ഗംഗാപ്രസാദിനെ ചവിട്ടി താഴെയിടുകയായിരുന്നു നമ്മുടെ മോൻ ചെയ്തത്. എന്നിട്ട് അവനെ അടിച്ചടിച്ച് ഇഞ്ച പരുവമാക്കി. പക്ഷേ അപ്പോഴേക്കും അവൻ ഓടി രക്ഷപ്പെട്ടു. കിരൺ അതിൻ്റെ പിന്നാലെ പതിയെ പോവുകയും ചെയ്തു. പക്ഷെ പിന്നീട് നോക്കുമ്പോൾ ഗംഗാപ്രസാദ് അവിടെ മരിച്ചു കിടക്കുന്നതാണ് നമ്മുടെ മകൻ കണ്ടത്. പിന്നെ അതിൻ്റെ കൂടെ വേലുവും രതീഷും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്? അതിനെന്താ ഇപ്പോൾ കുഴപ്പം? അതുമാത്രമല്ല, ഗംഗാപ്രസാദിനെ കൊന്ന് അവർ
വേറെ ആരെ അറിയിച്ചില്ല. അങ്ങനെ അവരാ ജഡവും കൊണ്ട് നേരെ ചെന്നത് കിരണിൻ്റെ വീട്ടിലേക്കാ. എന്നിട്ട് അവിടെ അവർ 3 പേരും കൂടി ഒരു കുഴിയെടുത്ത് അവനെ കുഴിച്ചു മൂടുകയാണ് ചെയ്തത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ രൂപാകെ ഞെട്ടിപ്പോവാണ്. ചന്ദ്രേട്ടൻ എന്തൊക്കെയാണ് ചന്ദ്രേട്ട കേൾക്കുന്നത്? നമ്മുടെ മകൻ അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും അവനെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈ ഗംഗാപ്രസാദിനെ പോലുള്ള പിടിയിട്ട പുള്ളിയായിരുന്നില്ലേ? അപ്പോൾ പിന്നെ എന്താണ് ചന്ദ്രേട്ട കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ രൂപയെ അവനെ കൊന്നതിന് ശേഷം പോലീസിനെ വിളിച്ചിരുന്നെങ്കിൽ ഇത്ര വലിയ പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു. പക്ഷേ ഇവരങ്ങനെയല്ലല്ലോ ചെയ്തത്. അവര് നിയമം കയ്യിലെടുത്ത് അവർ കൊണ്ട് കുഴിച്ചുമൂടി ഇട്ടിരിക്കുന്നു. അപ്പം പിന്നെ കുഴിച്ചുമൂടിയിട്ട കാര്യമൊന്നും പോലീസുകാരെ അറിഞ്ഞിട്ടില്ല. ഒരു സംശയത്തിൻ്റെ പേരിലും അങ്ങനെയൊക്കെയാണ് കിരണിനെയും ബാക്കിയുള്ളവരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതേ രൂപേ അവനെ ഇനി ജയിലിലാക്കുമെന്നൊക്കെ പറയുന്നത്, ജാമ്യമില്ല കേസ് എന്നൊക്കെ പറയുന്നത്. ഇല്ല ചന്ദ്രേട്ടാ, എനിക്കിതൊക്കെ കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മോനെ എത്രയും പെട്ടെന്ന് ജാമ്യത്തിൽ ഇറക്കണം, ഇല്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല, ഉറപ്പായിട്ടും ഇറക്കണം എന്ന് പറയാണ്. അപ്പോൾ ഏതായാലും നവീനെ വിളിച്ചിട്ടുണ്ട്. നവീൻ കേസെല്ലാം വാദിക്കാൻ വരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്നാലും ഈ ജാമ്യമില്ല കേസാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ പിന്നെ കിരണ് ജാമ്യം കിട്ടുമോ ഇല്ലെന്നൊക്കെ സംശയമാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രൂപയാണെങ്കിൽ ഭയങ്കര കരച്ചില. വേലു ആണെങ്കിൽ ഈ കുറ്റസമ്മതമൊക്കെ നടത്തിയത് ഞാൻ തന്നെയാണ് കൊന്നതെന്നൊക്കെ പറഞ്ഞ. പക്ഷേ അവിടുത്തെ CI ഇല്ലേ, അയാളൊരു മുഷിക്കനാണെന്നേ. അയാൾ വിട്ടുകൊടുക്കുന്ന മട്ടില്ല. അത് ഏത് കൊമ്പത്താളാണെങ്കിലും നിയമത്തിൻ്റെ രീതിയിൽ നടക്കണമെന്നാണ് അയാളുടെ താല്പര്യം. അതേപോലെ തന്നെയാണ് അയാൾ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും CS രൂപയെ പറഞ്ഞ് മനസ്സിലാക്കിയാണ്. രൂപ അവിടെ കിടന്നിങ്ങനെ കരയാണ്. ഇനി എന്ത് ചെയ്യും? നമ്മുടെ മോനെ എങ്ങനെ പുറത്തിറക്കും? കല്യാണിയോട് എന്ത് പറയും? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കല്യാണിയോടൊന്നും പറയണ്ട, കല്യാണിയോടൊപ്പം ഒന്നും പറയാതിരിക്കുന്നത് നല്ലത്. പിന്നെ കല്യാണി മോൾക്കും ഭയങ്കര സങ്കടമാകും. അത് അവളെ വല്ലാതെ തളർത്തും. ഇപ്പോൾ തന്നെ ICUലാണല്ലോ. അതുകൊണ്ട് കിരണിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാൻ നേരത്ത് നമുക്ക് എന്തെങ്കിലും ഒഴിവുകഴിവുകൾ പറയാം, അല്ലാതെ ഇതിൽ കൂടുതൽ ഒന്നും പറയാനായിട്ട് സാധിക്കില്ല രൂപേ എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാണ്. രൂപ ഇരുന്ന് കരയാണ്. രൂപയോട് കരയിലെ രൂപേ, സമാധാനിക്ക്. നമ്മുടെ മകനെ അങ്ങനെ ജയിലിൽ നടക്കാനായിട്ട് പറ്റില്ലെന്നേ, അവൻ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങും, രൂപ സമാധാനമായിട്ടിരിക്കുന്നു പറഞ്ഞുകൊണ്ട് രൂപയെ സമാധാനപ്പെടുത്തുകയാണ് നമ്മുടെ CS ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാർത്തികയും അതുപോലെ ലക്ഷ്മിയൊക്കെയാണ്. അപ്പോൾ ലക്ഷ്മിയൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ പ്രകാശൻ ഓടി വരികയാണ്. പ്രകാശൻ ഓടി വന്നിട്ട് പ്രകാശിനോട് ചോദിക്കുകയാണ്, എന്തായി പ്രകാശ് ചേട്ടാ, എന്തായി കാര്യങ്ങൾ എന്നൊക്കെയും ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങളൊന്നും പറയാനൊന്നും ആയിട്ടില്ല എൻ്റെ ലക്ഷ്മിയെ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാർത്തിക ഓടി വരികയാണ്. കാർത്തിക ഓടി വന്നിട്ട് അതേ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. പ്രശ്നോ? എന്ത് പ്രശ്നം? അത് പിന്നെ കിരണിനെയും വേലുവിനെയും രതീഷിനെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവരിപ്പോൾ ലോക്കപ്പിലാണെന്ന് പറയുകയാണ്. അവരെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നോ? എന്തിന് വേണ്ടി പോലീസ് അറസ്റ്റ് ചെയ്തു? എന്ത് കാര്യത്തിന് വേണ്ടി? അപ്പോൾ പ്രകാശിന് ഇത് വല്ലാത്തൊരു ഷോക്കായിപ്പോയി. അപ്പോൾ കാർത്തിക പറയണം, അത് വേറൊന്നുമല്ല, ഗംഗാപ്രസാദിനെ കൊന്നത് ഇവരാണെന്നൊക്കെയാണ് പറയുന്നത്. ഗംഗാപ്രസാദിനെ കൊന്നത് ഇവരാണെന്നോ? അതെങ്ങനെ സാധിക്കും? ഗംഗാപ്രസാദിനെ അതിന് കാണാനില്ലല്ലോ, അവൻ നാട് വിട്ടു പോയില്ലേ. പിന്നെ എങ്ങനെയാണ് ഗംഗാപ്രസാദിനെ കൊന്നതിൻ്റെ പേരിൽ കിരണിനെയും വേലുവിനെയും ബാക്കിയുള്ളവരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്? ഇത് എവിടുത്തെ നിയമമാണ് മോളെ എന്നൊക്കെ ചോദിക്കണം. അത് അച്ഛാ, അത് പിന്നെ അച്ഛനോട് പറയാതെ ചില കാര്യങ്ങളുണ്ട് അച്ഛാ. അത് ഞാൻ പറയാം അച്ഛാ. ഗംഗാപ്രസാദ് നാട് വിട്ടു പോയിട്ടൊന്നുമില്ല. ഗംഗാപ്രസാദ് അങ്ങ് മുകളിലേക്കാണ് പോയത്. മുകളിലേക്കോ? അതെ അച്ഛാ, ഗംഗാപ്രസാദ് മരിച്ചു, അവൻ ജീവനോടെ ഇല്ല. ഗംഗാപ്രസാദിനെ കൊന്നത് അത് കിരൺ തന്നെയാണെന്നും പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രകാശനൊന്ന് ഞെട്ടി. കിരൺ മോനോ? കിരൺ കൊന്നതെന്നോ? അതെ, അന്ന് കല്യാണ സമയത്ത് ഗംഗാപ്രസാദ് വന്നായിരുന്നു അവിടെ. അവനെ കിരണാണെങ്കിൽ ഗംഗാപ്രസാദിനെ അടിച്ച് ഇഞ്ചപ്പരുവാക്കി പിന്നീട് മരിക്കാനുണ്ടായത്. അതിനുശേഷം ഗംഗാപ്രസാദിന്റെ ബോഡി കിരണിന്റെ വീടിന്റെ മുന്നിൽ തന്നെ കുഴിച്ചു മൂടിയിട്ട് അവിടെ ഒരു തെങ്ങിൻ തൈ വെക്കുകയും ചെയ്തു വെച്ചാൽ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവമേ, ഇതെന്തെല്ലാമാണ് കേൾക്കുന്നത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഗംഗാപ്രസാദ് മരിച്ചതിന് കിരണിനെ അറസ്റ്റ് ചെയ്തതിന്റെ കാര്യമില്ലല്ലോ. അവൻ മരിക്കേണ്ടവനല്ലേ, അവൻ പിടികിട്ടാ പുള്ളിയല്ലേ, പോലീസിന്റെ മുന്നിൽ ഒരു ഭീഷണിയായിട്ട് നടക്കുന്നവനല്ലേ അവൻ. അപ്പൊ പിന്നെ അവൻ മരിച്ചാൽ എന്താ കുഴപ്പം? അങ്ങനെയല്ല അച്ഛാ,
കേസ് കേസ് തന്നെയാണ്. പിന്നെ അവിടുത്തെ CI ഇല്ലേ, അയാളൊരു വല്ലാത്തൊരു മനുഷ്യനാ. അയാളുടെ മുന്നിൽ നമ്മളീ പറഞ്ഞ കഥകളൊന്നും പോകില്ല. അയാൾ പറയുന്നത് നിയമം നിയമമായിട്ട് തന്നെ നടക്കട്ടെ, നമുക്ക് ആരെയും ശിക്ഷിക്കാനുള്ള അധികാരമില്ല എന്നൊക്കെയാണ് അയാൾ പറഞ്ഞു കൂട്ടുന്നത്. അതുകൊണ്ട് അയാളെ പറഞ്ഞ് സമാധാനിപ്പിക്കാനൊന്നും നമുക്ക് കഴിയില്ല. ഇനിയിപ്പോൾ കിരണെ എങ്ങനെയെങ്കിലും പുറത്തിറക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ജാമ്യം കിട്ടാത്ത കേസെന്നൊക്കെയാണ് ആ പോലീസുകാർ പറയുന്നത് എന്നൊക്കെ പറയണം. എൻ്റെ ദൈവമേ, ഞാനിത് എന്തെല്ലാം കേൾക്കുന്നത്. ദേ ഞാൻ കിരണിന് വേണ്ടി ജയിലിൽ കിടന്നോളാം, എന്നാലും കിരൺ പുറത്തിറങ്ങണം, എല്ലാ കുറ്റങ്ങളും ഞാൻ ഏറ്റെടുത്തോളാം, ഗംഗാപ്രസാദിനെ കൊന്നത് ഞാനാണെന്ന് പോലീസുകാരോട് പറഞ്ഞോളാം, എന്നാലും കിരണിനെ പോലീസ് അറസ്റ്റ് ചെയ്യരുത്, അവനെ എങ്ങനെയും പുറത്തിറക്കണം എന്നൊക്കെ പറയണം. അച്ഛാ, കിരണിന് വേണ്ടി ഈ കേസെല്ലാം ഏറ്റെടുക്കാൻ വേണ്ടി വേലുവൊക്കെ പരമാവധി ശ്രമിച്ചു. പക്ഷെ അയാൾ അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറായില്ല. വേലുവും പറഞ്ഞതാണ്, ഞാൻ ഈ കേസ് ഏറ്റെടുത്തോളാം, ഇത് കൊന്നത് ഞാനാണെന്നൊക്കെ പറഞ്ഞതാ. പക്ഷേ അയാൾ വിടോ? അയാൾ വിട്ട് കളിക്കുന്ന മട്ടില്ല എൻ്റെ അച്ഛാ. അയാൾ ഭയങ്കര കടുംപിടുത്തക്കാരനാണ്. ഇത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവം, ഇതെന്തെല്ലാം ഞാൻ കേൾക്കണം. ഇനി കല്യാണി മോളോട് എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറയും എൻ്റെ കാർത്തിക മോളെ എന്നൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരിക്കലും കല്യാണിയോട് സത്യങ്ങൾ പറയാൻ പാടില്ല. അവൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അച്ഛൻ ഉത്തരം പറഞ്ഞാൽ മതി. അവൾക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റില്ല അച്ഛാ. ഇതൊക്കെ കേട്ടിട്ട് എൻ്റെ തല കിടന്ന് പോകുകയാണ് അച്ഛാ എന്നൊക്കെ പറയണം. അതെ, അതിനപ്പുറമാണ് എൻ്റെ തലയും കിടന്ന് പോകുന്നത്. ഇനി ഇതെങ്ങനെ മുന്നോട്ട് പോകുന്നു ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അങ്ങനെ നമ്മുടെ അത് കാർത്തികയും അതേപോലെ തന്നെ കാദംബരിയും അതേപോലെ തന്നെ പ്രകാശനും കൂടി ഹോസ്പിറ്റലിലേക്ക് ചെന്നിരിക്കുക. അപ്പോൾ കല്യാണിയെ കാണിക്കുകയാണ്. കല്യാണിക്ക് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, കണ്ണൊക്കെ തുറന്ന് കുറച്ച് ഉഷാറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പ്രകാശൻ നേരെ ഐസിയിലേക്ക് കയറി ചെല്ലുകയാണ്. അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കല്യാണിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അച്ഛൻ വന്നല്ലേ അച്ഛാ എന്നൊക്കെ പറഞ്ഞ, മോൾക്ക് ഇപ്പം എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കൊരു കുഴപ്പമില്ല അച്ഛാ, ഇപ്പം ഞാൻ നല്ല ഓക്കെ ആയിട്ട് വരികയാണ് അച്ഛാ. കിരണേട്ടൻ വന്നില്ല, കിരണേട്ടനെ കണ്ടില്ലല്ലോ. ഇടിഞ്ഞപ്പോഴേക്കും പ്രകാശൻ ആകെ ഒന്ന് സ്തംഭിച്ചു പോയി. അത് പിന്നെ മോളെ, എപ്പോഴെപ്പോഴും കിരണിനെ നിന്നെക്കുറിച്ചുള്ള ഓർമ്മയാണ്. കാരണം ഈ ഒരു സംഭവം കഴിഞ്ഞതിൽ പിന്നെ കിരൺ അത്ര നോർമലൊന്നും അല്ല, പുറത്തു പോയി ഇതാക്കാനൊക്കെ പോയതാണ്, മനസ്സിലുള്ള സങ്കടങ്ങളെല്ലാം കളയാനേ. അല്ലെങ്കിൽ നേരെ അച്ഛാ, കിരണേട്ടന് ഞാനിങ്ങനെ ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് കാണാനായിട്ട് കഴിയില്ല അച്ഛാ, അതുകൊണ്ടായിരിക്കും എൻ്റെ മുന്നിലേക്ക് വരാത്തത്. അതേ മോളെ, അതുകൊണ്ട് തന്നെയാണ് കിരൺ മോളുടെ മുന്നിലേക്ക് വരാതിരിക്കുന്നത് എന്ന് പറയാം. അച്ഛൻ ഭക്ഷണം കഴിച്ചായിരുന്നോ ഈ സംഭവം അറിഞ്ഞതിൽ പിന്നെ? എൻ്റെ പൊന്നു മോളെ, ഞാൻ ഭക്ഷണം കഴിച്ചു. മോളുടെ ചേച്ചിമാര് അച്ഛനെ ഭക്ഷണം കഴിക്കാതിരിക്കാൻ സമ്മതിക്കോ? അച്ഛൻ അതുകൊണ്ട് ഭക്ഷണം കഴിച്ചു. സത്യമാണല്ലേ എൻ്റെ പൊന്നു മോളെ, അച്ഛൻ ഭക്ഷണം കഴിച്ചതാണ് ഇപ്പോൾ മെയിനായിട്ടുള്ളത്. മോളുടെ അസുഖം മാറട്ടെ, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു വരണമെന്നാണ് ഞങ്ങൾ എല്ലാവരുടെയും ആഗ്രഹം. അതേപോലെ തന്നെ നടക്കട്ടെ. അതിന് മോൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് അച്ഛൻ ഭക്ഷണം കഴിച്ചൊന്നും ചോദിക്കണ്ട. പിന്നെ അച്ഛാ, കിരണേട്ടൻ വന്നപ്പോഴേ അയാളെക്കുറിച്ച് പറഞ്ഞായിരുന്നു, രാഹുല്, അയാള് ചത്തൊടുങ്ങിയെന്ന് പറഞ്ഞായിരുന്നു. അതേ മോളെ, അവര് പോയപ്പോൾ അവനെ കാടിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അച്ഛനെ കൂട്ടിയില്ലല്ലോ. അച്ഛനെ അവരുടെ ഒപ്പം കൂട്ടിയിരുന്നെങ്കിലേ മോളെ ഈ ഒരു അവസ്ഥയിലാക്കി അവൻ്റെ ചങ്കത്ത് തന്നെ ഞാൻ കത്തി കയറ്റാനായിരുന്നു. എന്നിട്ട് ആ കുറ്റം ഞാൻ ഏറ്റെടുത്താനായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ മോളെ ഈ ഒരു അവസ്ഥയിലാക്കി അവനെ കൊല്ലാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു മോളെ എന്നൊക്കെ പറയാണ്. ഇനിയേ അച്ഛൻ പുറത്തേക്ക് പോവാണേ, മോള് സമാധാനമായിട്ട് ഇവിടെ ഇരിക്കണം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും കാർത്തികയും കാദംബരിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കാദംബരി ചോദിക്കുകയാണ്, അച്ഛാ എന്തായി അച്ഛാ, അച്ഛനോട് വല്ലതും ചോദിച്ചായിരുന്നോ കല്യാണി? കിരൺ എവിടെ എന്നൊക്കെ ചോദിച്ചു. ഞാൻ എന്നിട്ട് പറഞ്ഞത് കിരൺ ഒരു മനസമാധാനത്തിന് വേണ്ടി പുറത്തേക്ക് പോയിരിക്കുന്നെന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. എത്ര ദിവസം അങ്ങനെ പറയും? ആര് വന്നാലും ഇത് തന്നെയല്ലേ ചോദിക്കുന്നത്? എൻ്റെ അച്ഛൻ ICUവിലായതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താം. പക്ഷേ ഇനി വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴാണ് എനിക്ക് ആകെ ഒരു ടെൻഷൻ. കല്യാണി സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്കത് താങ്ങാൻ പോലും പറ്റില്ല അച്ഛാ. ആ ഒരു അവസ്ഥയിലാണ് അവൾ നിൽക്കുന്നത് എന്നൊക്കെ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്രത്യക്ഷമായിട്ട് നമ്മുടെ ഒരു ബൈജു വരുന്നത്. ബൈജു നൊണ്ടി അവിടെ വരുന്നത്. അപ്പോൾ ബൈജു ചോദിക്കണം, എങ്ങനെയുണ്ട് കല്യാണിക്ക്? എനിക്കവിടെ ഒരു മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കാദംബരി ചോദിക്കണം, ബൈജു നീ പോയിട്ട് പെട്ടെന്ന് തന്നെ വന്നോ? എനിക്ക് അങ്ങോട്ട് പോയ മനസ്സമാധാനം ഉണ്ടാവോ? കല്യാണി ഒരു അവസ്ഥയെ കിടക്കും, എനിക്ക് കല്യാണിയെ കാണാനായിട്ട് വരണ്ടേ? എനിക്ക് കല്യാണിയെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുക. പക്ഷേ ബൈജു വന്നത് നമ്മുടെ പ്രകാശന് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ലെന്നാണ് തോന്നുന്നത്. മുഖം ആ രീതിയിലാണ് കാണിക്കുന്നത് അവിടെ. അപ്പോൾ പ്രകാശൻ പറയുകയാണ്, കല്യാണി ഇപ്പം ഞാൻ കണ്ടിട്ട് ഇറങ്ങിയതേ ഉള്ളൂ,
ഐസിയുലേക്ക് അങ്ങനെ എപ്പോഴെപ്പോഴും ആളെ കയറ്റൂല, അതുകൊണ്ട് നിനക്ക് കാണാനായിട്ട് പറ്റില്ലെന്ന് പറയണം. എൻ്റെ ദൈവമേ, ഞാൻ ഇത്രയും ഓടിക്കതച്ച് വന്നത് കല്യാണിയെ കാണാൻ വേണ്ടിയാ. കണ്ടില്ലേ, എൻ്റെ കാലിൻ്റെ വേദന മാറിയിട്ടില്ല, കാല് നീര് വന്ന് മന്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇവിടം വരെ എത്തിയത്. അപ്പോൾ കാദംബരി പറയണം, ICU അല്ലേ, ഏതായാലും ഡോക്ടറോടൊന്നൊക്കെ സംസാരിക്കണം. അപ്പോൾ നമ്മുടെ കാർത്തികൻ പറയണ്ട, ഡോക്ടറോട് ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ, സംസാരിച്ചിട്ട് നിനക്ക് കാണാൻ പറ്റുമെങ്കിൽ പോയി കണ്ടോ, ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന ഒരാളാണല്ലോ, അപ്പോൾ കൂടുതൽ ഇൻഫെക്ഷൻ ആകും, അതുകൊണ്ടാണ് കൂടുതൽ പേരെ അകത്തേക്ക് കയറ്റാതിരിക്കുന്നത്, നീ സങ്കടപ്പെടേണ്ട എന്നൊക്കെ പറയാണ്. എന്നാലും ഇത് വല്ലാത്തൊരു അവസ്ഥയായി പോയല്ലോ കല്യാണിക്ക്. അല്ല, കിരൺ സാർ എവിടെ നിന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ ബൈജു, കിരണിനെയും കൂട്ടുകാരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പോലീസ് അറസ്റ്റ് ചെയ്തെന്നോ, എന്തിനു വേണ്ടി എന്ന് ചോദിക്കണം. അത് ആ ഗംഗാപ്രസാദിനെ കൊന്നതിൻ്റെ പേരിലാണ് ഇവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന് ഗംഗാപ്രസാദിനെ കൊന്നത് കിരണളിയനല്ലല്ലോ, പിന്നെ എന്താണ് എന്നൊക്കെ ചോദിക്കണം. അത് പിന്നെ പേടിക്കേണ്ട, എങ്ങനെയും ജാമ്യത്തിൽ ഇറക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കൂട്ടിയിട്ടുണ്ട്, നമുക്ക് നോക്കാം, എവിടം വരെയും പോകുമെന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ പറയാം. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവീനെയാണ്. അപ്പം നവീൻ അടിപൊളി ലുക്കിൽ വക്കീൽ വേഷമൊക്കെ ഇട്ട് നേരെ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ വന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതാരാണ്, നവീൻ വക്കീലോ, എന്തായി സാറേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇവിടെ ചില കേസുകളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, അല്ല കിരണിനെയും കൂട്ടാളിയൊക്കെ ഏതോ പേരിൽ അറസ്റ്റ് ചെയ്തെന്നൊക്കെ അറിഞ്ഞല്ലോ, അത് പിന്നെ അങ്ങനെയല്ലേ, ആ ഗംഗാപ്രസാദിൻ്റെ മരണത്തിന് പിന്നിൽ ഇവരാണെന്ന് ആ CIക്ക് നല്ല സംശയമുണ്ട്. ഒരു സംശയത്തിൻ്റെ പേരിൽ ഇങ്ങനെ 3 പേരെയും കൂടി അകത്ത് കയറ്റി ഇടാവോ, എന്ത് ചെയ്യാനാണ്, സാറിൻ്റെ നിയമം അനുസരിച്ചാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ജാമ്യം കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ, സംശയമാണ് നവീൻ സാറേ, കാരണം ജാമ്യം കിട്ടാത്ത കേസാ, എന്താവും ഏതാവുമെന്ന് പിടികിട്ടുന്നില്ല. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നോക്കട്ടെ, എനിക്കേതായാലും അവരെ ഒന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ കിരണിനെയും ബാക്കിയുള്ളവരെയും കാണാൻ വേണ്ടി നമ്മുടെ നവീൻ ചെല്ലിക്കുക. അപ്പോൾ കിരണും ആ ലോക്കപ്പിൻ്റെ ഉള്ളിൽ കിടക്കുകയാണല്ലോ. അപ്പോൾ നവീൻ പറയേണ്ടത്, എന്താ സാറേ, കിരണിനെങ്കിലും പുറത്ത് നിർത്താറുന്നില്ലേ, എന്തിനാണ് കിരണ് ലോക്കപ്പിലിട്ടത്? എൻ്റെ പൊന്ന് സാറേ, CA സാറിൻ്റെ ഓർഡറാണ്, അദ്ദേഹം ആണെങ്കിൽ നിയമം വിട്ട ഒരു കളിയില്ല, ഏത് കൊമ്പത്താളാണെങ്കിൽ ലോക്കപ്പ് ഉള്ളിൽ തെറ്റ് ചെയ്തവൻ ലോക്കപ്പിനുള്ളിൽ തന്നെ കിടക്കണമെന്നാണ് പറയുന്നത്, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് എൻ്റെ പൊന്ന് സാറേ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കിരൺ ചോദിക്കുകയാണ്, എന്താ നവീനെ, ജാമ്യം കിട്ടോ? ചാൻസ് കുറവാണ് കിരണേ, പക്ഷെ എന്നാലും നമ്മുടെ പരമാവധി നമ്മൾ ശ്രമിക്കണമല്ലോ, അങ്ങനെ ശ്രമിക്കും, ഉറപ്പായിട്ടും ജാമ്യം കിട്ടുമെന്ന് നമുക്കൊന്ന് നോക്കണം എന്ന് പറഞ്ഞ നവീനും കിരണും കൂടി സംസാരിക്കാം. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.